ഹലോ ഫ്രണ്ട്സ്, ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? വ്യത്യസ്തമായിട്ടുള്ള ഒരു വീട് പണി. വീടിന്റെ ചുമരാണ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീടിന്റെ ഫ്ലോറ്, ചുമര്, സീലിംഗ് എല്ലാം കോൺക്രീറ്റ്. മൃദയും മനോജും അടിപൊളിയായിട്ട് കഷ്ടപ്പെട്ടെന്നേ പറയല്ലേ. നമസ്കാരം. കഷ്ടപ്പെട്ട് വീട് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വീട് പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. തീർച്ചയായിട്ടും അതിൽ ആ വീട് ഉണ്ടാക്കാൻ നമ്മൾ കഷ്ടപ്പെടണം. പക്ഷെ പൈസ ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? അതായത് 5 ലക്ഷം രൂപക്ക് ഒരു 500 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം ഉൾപ്പെടുക. 2 ബെഡ്റൂം ഉൾപ്പെടുത്താം. സ്വന്തം വീട് നിർമ്മിച്ചു, പെങ്ങളെ വീട് നിർമ്മിച്ചു. ഇതിന്റെ നിർമ്മാണ രീതി പറഞ്ഞാൽ വളരെ പ്രത്യേകത ഉള്ളതാണ്. ചുമരുകളെല്ലാം ഇതുപോലെ കോൺക്രീറ്റിൽ കമ്പി ഉൾപ്പെടെ പണിത് ഉയർത്തുന്നു. എന്നിട്ട് അത് ടെറസ് വാർക്കുന്നു. അതായത് നല്ല കൂട്ടിപ്പിടുത്തം ഉണ്ടാവും, എല്ലായിടത്തും കമ്പി ഉണ്ടാവും. പ്ലംബിങ്ങിനാണെങ്കിൽ എല്ലാ പൈപ്പുകളും ഉള്ളിലൂടെ തന്നെ കവർ ചെയ്യും. 3 ഇഞ്ച് കനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചെലവ് വളരെയധികം കുറയും. വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. വീട് അല്ലെങ്കിൽ കുറഞ്ഞ പൈസ ഉണ്ട്, എന്നാൽ വീട് നിർമ്മിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് നല്ലൊരു ആശയം തന്നെയായിരിക്കും. കുറെ ആൾക്കാർ എന്നോട് ചോദിക്കണില്ലേ, അപ്പോൾ വെളിച്ചം ഉണ്ടാവുകൊണ്ട് വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പ്രൊഫഷണൽ ക്യാമറമാൻ അല്ലാത്തതുകൊണ്ടേ ഒരു വീഡിയോ വേറെ എടുക്കാം. ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് സ്ക്വയർ ഫീറ്റിന് 25 രൂപയ്ക്ക് കിട്ടിയതുകൊണ്ട് നമ്മളത് ഇട്ടു. പക്ഷെ നമുക്ക് വരുന്ന ക്ലയൻറ്റുകൾക്കൊന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ല. നമ്മൾ സീലിംഗ് ഒക്കെ എടുത്തോ, നമ്മളതിൻ്റെ മുകളിൽ ആസ്പെറ്റോസ് ആണ് ഇട്ടിരിക്കുന്നത്. അത് സീൽ ചെയ്തതാണ്. അപ്പം ആസ്പെറ്റോസ് ആണെന്ന് തോന്നില്ല താമസിക്കുമ്പോൾ. റിച്ച് ലുക്കുണ്ട്. റിച്ച് ലുക്ക് ഉണ്ടോ? പിന്നെന്താ, അതിന് മുകളിൽ ആസ്പെറ്റോസ് ആണെന്ന് നമുക്ക് മാത്രമല്ല അറിയുള്ളൂ. ഇതാണ് എല്ലാവരും ചോദിക്കണം 3 ഇഞ്ചിൻ്റെ വാള്, കോൺക്രീറ്റ് വാള്. 3 ഇഞ്ച് കോൺക്രീറ്റ് വാളിൽ കട്ടിലൊന്നും ഉണ്ടായിരിക്കില്ല. നമ്മൾ ആ കോർണറിൽ വെക്കണ പൈപ്പ് മേക്കറിനെയാണ് ഡോറെല്ലാം പിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഈ വിൻഡോ കണ്ടാലും അറിയാം, വിൻഡോനൊന്നും അഴികളില്ല. ഒറ്റ വിൻഡോന് അഴികളില്ല. വെറും അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഡോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഈ കോർണർ വിൻഡോന്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ലോ ബഡ്ജറ്റ് ആക്കാൻ പറ്റുക. ബാത്റൂം തുറന്നോ. മിനിമം റിക്വയർമെൻറ്റിലേ ഉള്ളൂ. ഷവറൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു ഹാൻഡ് ഷവർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 2 ബെഡ്റൂമാണ് ഇതിൻ്റെ മുകളിലുള്ളത്. ഇത് അടുത്ത ബെഡ്റൂം. ഇതിലും വിൻഡോകളൊക്കെ അതേപോലെ തന്നെയാണ്. ഒരു കബോർഡിനുള്ള സ്പേസ് ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ കബോർഡ് ആക്കിയിട്ടുണ്ട്. ഇതിലും ബാത്റൂം സെയിം തന്നെ. തുറക്ക് അമ്മ. ഇതിൻ്റെ മുകളിൽ കിച്ചണുണ്ട്. അത് ഞങ്ങൾ പുറത്താരും താമസിക്കണമല്ല, അമ്മൂൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്നതാണ് മുകളിൽ. താഴത്ത് എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും താമസിക്കുന്നത്. ടൈൽസ് എല്ലാം വെറൈറ്റി കളറാണ്, എല്ലാം മിക്സ്ഡ് കളേഴ്സാണ്. കാരണം നമുക്ക് ഏറ്റവും കുറഞ്ഞതിൽ ഇത് 5.2 ടൈൽസുകൾ പെർ സ്ക്വയർ ഫീറ്റിന് 25 രൂപയ്ക്ക് കിട്ടിയതാണ്. ഇത് ഞങ്ങൾ താഴത്തെ വീട്ടിൽ നിന്ന് കയറി വരുന്ന സ്റ്റെയറാണ്. 2 പുറത്തു കൂടി സ്റ്റെയർ ഉണ്ട്. ഉള്ളിൽ കൂടിയും കയറാം, പുറത്തു കൂടിയും കയറാം. പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മൾ കോൺക്രീറ്റ് വാളിന് എന്തിനാണ് പ്രത്യേകത എന്ന്. ഈ ചുമര് കണ്ടാൽ മനസ്സിലാവും. ഇത് പ്ലാസ്റ്ററിങ്ങും ഇല്ല, ജിപ്സം പുട്ടിയും ഇല്ല കേട്ടോ.
ഈ ജോയിൻ്റൊക്കെ നിങ്ങൾക്ക് നോക്കി അറിയാം. നേരിട്ട് കോൺക്രീറ്റ് വാളിൻ്റെ മുകളിൽ 2 കോട്ട് പ്രൈമർ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ വല്ലാണ്ട് പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് ഈ രീതിയിൽ ചെയ്താലും ഈ ഒരു ഫിനിഷിംഗ് ഉണ്ടാവും ഞങ്ങൾ ചെയ്യണ വാള്. അല്ല, അത് 3 ഇഞ്ച് നമ്മളെ തുടക്കത്തിലെ ചുമരായിരുന്നു. ഇപ്പോൾ ചെയ്യണത് ഇതിനേക്കാളും ഒന്നും കൂടി പെർഫെക്റ്റ് ആണ്. അല്ല, ഇതാണ് നമ്മളൊരു ഫൈനൽ ഫിനിഷ്. ആൾക്കാർ നിന്നോട് ചോദിക്കാറില്ലേ എന്താണ് ഈ വീട് ചെയ്താലുള്ള മെച്ചെന്ന്. പ്ലാസ്റ്ററിങ്ങും ജിപ്സം പുട്ടീൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇപ്പം ഇങ്ങനെ ഒരു സാധാരണക്കാരന് ജീവിക്കാൻ ഈ ഒരു ഫിനിഷിങ് മതി.